തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ നടൻ സുധീർ കരമനയെ പൊതുസ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ LDF-ൽ ധാരണ. മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന മുൻ മന്ത്രി വി സുരേന്ദ്രൻപിള്ള പിന്മാറിയിട്ടുണ്ട്. ഇതോടെ കരമന ജയനെ BJP സ്ഥാനാർത്ഥിയാക്കി. താനൂരിൽ മത്സരിക്കാതെ മാറി നിന്ന മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂരിൽ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. മങ്കടയിൽ ലീഗ് വിമതനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനവും LDF ഉടൻ പ്രഖ്യാപിക്കും. ജനാധിപത്യ കേരള കോൺഗ്രസ് നൽകിയ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ സ്ഥാനാർത്ഥി വൈകുന്നതിൽ LDF-ൽ അതൃപ്തി പടരുന്നതിനിടയിലാണ് നടൻ സുധീർ കരമനെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചന തുടങ്ങിയത്. CPIM-ന്റെ മുൻകൈയിലാണ് സുധീർ കരമനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത്. എന്നാൽ സീറ്റ് CPIM ഏറ്റെടുക്കില്ല. LDF സ്വതന്ത്രനായിട്ടായിരിക്കും സുധീറിനെ മത്സരിപ്പിക്കുക. സ്ഥാനാർത്ഥിയാകാൻ സുധീർ കരമന സമ്മതിച്ചിട്ടുണ്ട്. സെൻട്രൽ സീറ്റിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനാണ് NDA സ്ഥാനാർത്ഥി. ആദ്യം സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിച്ച മുൻമന്ത്രി വി സുരേന്ദ്രൻപിള്ള പിന്മാറിയതിനെ തുടർന്നാണ് കരമന ജയനെ മത്സരിപ്പിക്കാൻ BJP തീരുമാനിച്ചത്. ഇതോടെ സെൻട്രൽ സീറ്റിൽ 3 പ്രധാന മുന്നണികൾക്കും സ്ഥാനാർത്ഥികളായി. സിറ്റിംഗ് സീറ്റായ താനൂർ വിട്ട് തിരൂരിലേക്ക് മാറിയ മന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്ന് പ്രചരണം തുടങ്ങി. താനൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ലാതിരുന്നതിനെ തുടർന്നാണ് തിരൂരിലേക്ക് മാറിയത്. ഇത്തവണ തിരൂരിലേക്ക് മാറാമെന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ അതിന് കാരണം എത്രയോ വർഷങ്ങളായി ലീഗിൻ്റെ കളികളിലാണ്. അതുകൊണ്ട് തന്നെ ഈ പട്ടണം അർഹിച്ച രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. മലപ്പുറം ജില്ലയിലെ മങ്കടയിൽ ലീഗ് വിമതനെ സ്ഥാനാർത്ഥിയാക്കാൻ CPIM തീരുമാനിച്ചു. മുസ്ലിം ലീഗ് മുൻ മണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് LDF സ്വതന്ത്രനായി മത്സരിക്കും. പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും. താനൂർ സീറ്റിലും LDF-ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.